സാധാരണ ഞാൻ എൻ്റെ ട്രോഫിയും കൊണ്ട് ഇതുപോലുള്ള മാളിലൊന്നും അങ്ങനെ വരാറില്ല കേട്ടോ. സംഭവം എന്താണെന്ന് ചിലർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലേ. അങ്ങനെ എന്താണ്, നോർമലി എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് വരാനായാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇഷ്ടമല്ല. സാധാരണ എൻ്റെ എക്സ്പെൻസീവ് ആയിട്ടുള്ള എല്ലാ പർച്ചേസിങ്ങും നടക്കുന്നത് ഒന്നുകിൽ ചാല മാർക്കറ്റിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഈസ്റ്റ് ഫോർട്ടിലോ അവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. എൻ്റെ വ്ളോഗ് കാണുന്നവർക്കും അതൊക്കെ ആയിരിക്കും ഞാൻ സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു സ്ഥലമായിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ആ അപ്പോൾ ഇന്നിപ്പം നമുക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു, അവരുടെ കൂടെ വന്നതാണ് കേട്ടോ. വന്നപ്പോഴത്തേനും അവരാദ്യം വന്നു, നമ്മൾ രണ്ടാമതാണ് വന്നത്. അവരെവിടെയൊക്കെയോ പോയി, നമ്മളെവിടെയൊക്കെയോ കറങ്ങുന്നു. ഞാൻ നേരെ എൻ്റെ കൂട്ടാളികളെയും വിളിച്ചുകൊണ്ട് പോയത് സ്റ്റുഡിയോയ്ക്കകത്താണ് കേട്ടോ. അവിടെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സൊക്കെ നോക്കി നിന്നതിന് ശേഷം ഞാൻ കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റൊക്കെ ഇട്ടൊക്കെ നോക്കി. ഒന്നും ഇഷ്ടമായില്ല. പക്ഷേ ഒന്ന് ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു വാട്ടർ പ്രൂഫിൻ്റെ ഒരു ഐലൈനർ മാത്രം എടുത്ത് 99 രൂപ, അത് മാത്രം എടുത്തേട്ടാ. അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മൾ മറ്റേ സാധനത്തിൽ കയറി താഴോട്ട് ഇറങ്ങിയിട്ട് വീണ്ടും ആ മുകളിലോട്ട് കയറിയതില്ല. കൊച്ചിൻ്റെ കയ്യിലിരുന്ന് അങ്ങോട്ട് പോയി ബലൂൺ ഉണ്ടായിരുന്നേ, അതവർ വെറുതെ എല്ലാവർക്കും കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു, കൊച്ചു കുട്ടിയൊക്കെ. അങ്ങനെ ഇസു അത് വേണമെന്നും പറഞ്ഞ് താഴെ എത്തിയപ്പോഴത്തേന് കരഞ്ഞ്. പിന്നെ നമ്മൾ അതിൽ കയറി മുകളിലോട്ട് പോയിട്ട് അതും വാങ്ങിച്ചിട്ട് വീണ്ടും താഴോട്ട് വന്നേ. താഴോട്ട് വരണതിന് മുന്നേ ആയിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം വായിക്ക് നോക്കി. നല്ല നല്ല പേരുകളായിരുന്നു. അങ്ങനെ പേരുകളൊക്കെ ഇങ്ങനെ വായിച്ചിട്ട് ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയിട്ട് എത്ര കയറിയാലും എനിക്ക് വിറയലും മാറാത്തൊരു സാധനമാണ് ഇത്. ഇതിൻ്റെ അകത്ത് കയറാൻ നേരത്തെ കണ്ട ഒരു വിറയലും എന്താണ് തല ഇറക്കമൊക്കെ വരുന്നതാണ്. ഇതൊക്കെയാണ് നമ്മളെ ഗസ്റ്റുകൾ. അതിൻ്റെ അകത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആ മുടിക്കച്ചയും പേര് മാറിപ്പോയി, മുടിയിൽ മറ്റേ ഇതും വെച്ചുകൊണ്ട് നിൽക്കുന്ന ആളിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. ബാക്കിയുള്ളതെല്ലാം നമ്മളെ ബന്ധുക്കൾ തന്നെയാണ്. അതിൻ്റെ അകത്തുനിന്ന് വെളിയിലോട്ട് ഇറങ്ങിയത് എൻ്റെ അമ്മയെ എന്താ ചൂടായിരുന്നോ, ഉള്ള സാധനങ്ങളെല്ലാം എന്താ മുഖത്തുനിന്ന് ഒലിച്ചിറങ്ങി. ഇനിയിപ്പോൾ എൻ്റെ വികൃതമായ രൂപം നിങ്ങൾ കാണുന്നതിന് മുന്നേ ഞാൻ ഓടി വണ്ടിക്കകത്ത് കയറട്ടെ. അപ്പോൾ ടാറ്റാ.